എല്ലാവർക്കും എക്സലിൻ്റെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താണ് ജൂൾ നിയമമെന്നും ആ ജൂൾ നിയമം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് മാത്തമാറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നിങ്ങൾ അതിന് വർക്ക് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടെന്ന് പറയാൻ കാരണം ഇക്കഴിഞ്ഞ SSLC എക്സാമിന് 6 മാർക്കിന് ചോദിച്ച ഒരു പാഠഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആ പാഠഭാഗത്തിലേക്ക് നമ്മുടെ ജൂൾ നിയമത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ സർക്യൂട്ടിലും അല്ലെങ്കിൽ നമ്മുടെ വീടിലും ഉപകരണങ്ങൾ അല്ല അപ്ലയൻസസ് കണക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 രീതിയിലാണ്. ആ രീതികളെ കുറിച്ചാണ്. ഒന്നാമത്തെ രീതിയാണ് എന്ത്, പാരലൽ കണക്ഷൻ. രണ്ടാമത്തെ രീതിയാണ് എന്ത്, സീരീസ് ആയിട്ടുള്ള കണക്ഷൻ. അതായത് സമാന്തര കണക്ഷനും ശ്രേണി രീതിയിലുള്ള കണക്ഷനും. ഈ 2 രീതിയിലും നമ്മുടെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സർക്യൂട്ടിൽ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സാമ്യവും വ്യത്യാസം, അത് ചില പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്ത് കണക്ഷനാണ്, പാരലൽ കണക്ഷനാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന 2 റെസിസ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രതിരോധങ്ങളാണ്. ഞാൻ കണ്ടേ ശ്രദ്ധിച്ചത് നോക്കണം. സിമ്പിളായിട്ട് എടുത്തുന്നുള്ളേ ഉള്ളൂ. ഇവിടെ ഒരു ബാറ്ററിയും അവിടെ കണ്ടേ R1 R2 എന്നീ 2 പ്രതിരോധങ്ങൾ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, സമാന്തര രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. നോക്കുക, ഇവിടെ നോക്കുക. അടുത്തത് ഇവിടുത്തെ പ്രത്യേകത എന്താണ്, കണ്ടേ R1 R2 എന്നീ 2 പ്രതിരോധങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സീരീസ് ആയിട്ട് ശ്രേണി രീതിയിൽ, അതായത് ഒന്നിന് പിറകിൽ ഒന്നായിട്ട് കണക്ട് ചെയ്തേക്കും. ഇതാണെന്ത്, സീരീസ് ആയിട്ട് കണക്ഷൻ. ഇതാണെന്ത്, പാരലായിട്ടുള്ള കണക്ഷൻ. ഇവിടെ R1 R2 എന്നുള്ളത് 2 റെസിസ്റ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നു, പാരലായിട്ടും. ഇവിടെ R1 R2 എന്നുള്ളത് സീരീസ് ആയിട്ട് ശ്രേണിയിലും കണക്ട് ചെയ്തേക്കുന്നു. ഇങ്ങനെ 2 രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴും ഇവിടെ അനുഭവപ്പെടാം നമ്മുടെ പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു, കറണ്ട്, വോൾട്ടേജ്, പിന്നെ അടുത്തത് എന്താണ്, റെസിസ്റ്റൻസ്. ഈ 3 ഫാക്ടേഴ്സിനും ഈ 2 കണക്ഷനിലും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ പാരലൽ കണക്ഷന്റെ കാര്യം മാത്രം നോക്കാം. പാരലൽ കണക്ഷൻ കണ്ടേ, ഞാൻ ഇവിടെ ഒരു വോൾട്ടേജ് V അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ V അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുത്തെ വോൾട്ടേജ് V എന്തായിരിക്കും, ഈ R1നും R2നും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. വോൾട്ടേജ് V എന്തായിരിക്കും, R1നും R2നും ഈക്വൽ ആയിരിക്കും. അതായത് ഞാനിവിടെ ഒരു 6 വോൾട്ട് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ R1 എത്ര കിട്ടും, 6 വോൾട്ട് കിട്ടും. R2ന് എത്ര കിട്ടും, 6 വോൾട്ട് തന്നെ കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ R1ന്റെയും R2ന്റെയും സെയിം എൻഡുകൾ, R1ന്റെയും R2ന്റെയും സെയിം എൻഡുകൾ നമ്മൾ സെയിം പൊട്ടൻഷ്യലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കാണ്ട് ഈ R1ന്റെ ഈ എൻഡും R2ന്റെ ഈ എൻഡും കണ്ടേ പോസിറ്റീവ് ടെർമിനലുമായിട്ടും R2ന്റെ ഈ എൻഡും R1ന്റെ ഈ എൻഡും നെഗറ്റീവ് ടെർമിനലുമായിട്ട് എന്താണ് കണക്ഷൻ വരുന്നത്. അതായത് നമ്മുടെ റെസിസ്റ്റേഴ്സിന്റെ സെയിം എൻഡുകൾ ബാറ്ററിയുടെ സെയിം പൊട്ടൻഷ്യലുമായിട്ട് കണക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ R1ലും R2ലും അനുഭവപ്പെടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും നമുക്ക് എഴുതി വെക്കാം. ഏത് കണക്ഷനിലാണ്, പാരലൽ കണക്ഷൻ. പക്ഷേ ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഇവിടെ ഞാൻ കണ്ട ഒരു I കറണ്ട് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കറണ്ട് ഇങ്ങനെ വന്നാണ്ട് ഇവിടെ 2 ശാഖകളായിട്ട് എന്തുണ്ട്, സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ഈ I വന്നിട്ട് ഇവിടെ എന്തായിട്ട് മാറും, I1 ആയിട്ടും, ഇവിടെ വരുമ്പോൾ എന്തായിട്ടും മാറും, I2 ആയിട്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. അതായത് R1ന് ഇവിടെ I2 ആയിട്ടും ഇവിടെ I1 ആയിട്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. അതായത് R1ന് എന്ത് കറണ്ട് കിട്ടും, I1 എന്നുള്ള കറണ്ടും R2ന് I2 എന്നുള്ള കറണ്ടുമായിട്ട് സ്പ്ലിറ്റ് ആവും. അതായത് പാരലൽ കണക്ഷന്റെ പ്രത്യേകത ആണ് പറഞ്ഞത്, അവിടുത്തെ കറണ്ട് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. 2 റെസിസ്റ്റേഴ്സിനും കറണ്ട് എന്തായിട്ട് വന്നു, ഡിഫറൻ്റ് ആയിട്ട് വന്നു. പറഞ്ഞു നോക്കുകയാണല്ലോ, വോൾട്ടേജ് ഈക്വൽ ആയിട്ട് വന്നു, കറണ്ട് എന്തായിട്ട് വന്നു, ഡിഫറൻ്റ് ആയിട്ട് വന്നു. ഇനി നമുക്ക് സീരീസ് കണക്ഷന്റെ കാര്യം നോക്കാം. സീരീസ് കണക്ഷന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കണ്ടേ ഇവിടെ പറഞ്ഞത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അത്രയും മാത്രം ചിന്തിച്ചാൽ വോൾട്ടേജ് എന്താണ്, വോൾട്ടേജ് ഇവിടെ എന്തായിരുന്നു, ഈക്വൽ ആണ്. ഇവിടെ വരുമ്പോൾ എന്താവും, ഡിഫറൻ്റ് ആവും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ R1ന്റെ ഈ പോയിന്റ് ആണ് ഏത് ടെർമിനലുമായിട്ട് ബന്ധം വരുന്നത്, പോസിറ്റീവ് ടെർമിനലുമായിട്ടും. R2ന്റെ വേറൊരു പോയിന്റ് ആണ് എന്തുമായിട്ട് ബന്ധം വരുന്നത്, നെഗറ്റീവ് ടെർമിനലുമായിട്ടും ബന്ധം വരുന്നത്. അത് 2 എൻഡുകൾ വ്യത്യസ്ത ടെർമിനലുമായിട്ട് വ്യത്യസ്ത പൊട്ടൻഷ്യലുമായിട്ടാണ് എന്ത് വരുന്നത്, കണക്ഷൻ വരുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ വോൾട്ടേജ് V എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അതായത് R1ന് V1 എന്ന് പറഞ്ഞൊരു വോൾട്ടേജും R2ന് V2 എന്ന് പറഞ്ഞൊരു വോൾട്ടേജുമാണ് കിട്ടുന്നത്. പക്ഷേ അവിടുത്തെ കറണ്ട് I എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പറഞ്ഞു നോക്കുകയാണല്ലോ, കറണ്ട് I എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഞാനിവിടെ I കറണ്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനും എന്ത് തന്നെ കിട്ടും, I തന്നെ കിട്ടും. ഇവിടെ എന്ത് തന്നെ കിട്ടും, I തന്നെ കിട്ടും. പറഞ്ഞു നോക്കാനുള്ള ഈ സമയം വ്യത്യാസം മാത്രം മനസ്സിലാക്കി വെക്കുക. പാരലായിട്ട് കണക്ഷൻ ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്താണ്, ഈക്വൽ ആണ്. കറണ്ട് എന്താണ്, ഡിഫറൻ്റ് ആണ്. സീരീസ് ആയിട്ട് കണക്ഷൻ ചെയ്യുമ്പോഴോ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്, കറണ്ട് എന്താണ്, ഈക്വൽ ആണ് നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു ഫാക്ടറോട് ഉണ്ട്, എന്താണ് നമ്മുടെ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം.
കണക്ഷന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്? റെസിസ്റ്റൻസ്, അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഒന്നിലധികം റെസിസ്റ്റേഴ്സ് ഇവിടെ ഉപയോഗിച്ചു, പ്രതിരോധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിനും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു തുല്യ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ രണ്ട് പ്രത്യേകതകൾ ഇപ്പൊ പറഞ്ഞതിനെ ആലോചിച്ച് വെക്കണം. എന്താണ്? പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കറണ്ട് ഐ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഈ രണ്ട് പ്രത്യേകത മനസ്സിൽ വെക്കണം. വോൾട്ടേജ് ഈക്വലും കറണ്ട് ഐ എന്താണ്? ഡിഫറൻ്റ് ആണ്. അതായത് ഞാൻ ഇവിടെ കണ്ടേ ഐ കറണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R2 എന്ത് കറണ്ട് കിട്ടും? I2. R1 I1 എന്ന് പറയുന്ന കറണ്ട് കിട്ടും. പറഞ്ഞു വെക്കാണല്ലോ, R2 I2 കറണ്ടും R1 I1 കറണ്ട് കിട്ടും. അത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ടോട്ടൽ കറണ്ട് എത്രയാണ്? I ആണ്. പറഞ്ഞു വെക്കാണല്ലോ, ഐ കറണ്ട് അപ്ലൈ ചെയ്താൽ, ഐ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. ആ സ്പ്ലിറ്റ് ചെയ്താലും പക്ഷേ ഇതിന്റെ രണ്ടിന്റെ കൂടെ സം എടുത്താൽ എനിക്ക് ആകെ കറണ്ട് ഐ കിട്ടുമല്ലോ. അത് എങ്ങനെ എഴുതാം? I1 പ്ലസ് I2 എന്ന് എഴുതാം. പറഞ്ഞു നോക്കാണല്ലോ, അതായത് ആ കറണ്ട് I is equal to I1 പ്ലസ് I2 എന്ന് എഴുതാം. പറഞ്ഞു മനസ്സിലായല്ലോ. ഇത് നമുക്കറിയാം, ഓം നിയമം അനുസരിച്ച് എന്താണ് പറയുന്നത്? I is equal to V by R ആണ്. I is equal to V by R ആണ്. എന്ത് നിയമം അനുസരിച്ച്? ഓം നിയമം അനുസരിച്ച് I is equal to V by R ആണ്. I എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ടോട്ടൽ കറണ്ട്. V എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വോൾട്ടേജ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് ഈ രണ്ട് റെസിസ്റ്റേഴ്സിനൂടെ അനുഭവപ്പെടുന്ന ഒരു തുല്യ റെസിസ്റ്റൻസ്, അതാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും. പറഞ്ഞു നോക്കുകയാണല്ലോ. ഇനി ഞാൻ പറഞ്ഞാണ്ട് ഈ ഒന്നാമത്തെ ഈ റെസിസ്റ്റർ ഉണ്ടല്ലോ, പ്രതിരോധം, ആ പ്രതിരോധത്തിൽ മാത്രം അനുഭവപ്പെടുന്ന കറണ്ടാണ് I1. അതെങ്ങനെ കണ്ടുപിടിക്കാം? V by R1. പറഞ്ഞു നോക്കുകയാണ്, V by R1. I2 എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടാമത്തെ അനുഭവപ്പെടുന്ന കറണ്ട് V by R2. പറഞ്ഞു നോക്കുകയാണല്ലോ. അന്നേരം V1 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ അനുഭവപ്പെടുന്ന കറണ്ടാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? V by R1 എന്നും. I2 എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ അനുഭവപ്പെടുന്ന കറണ്ട്, രണ്ടാമത്തെ പ്രതിരോധത്തിൽ അനുഭവപ്പെടുന്ന കറണ്ട്, അതെങ്ങനെ കണ്ടുപിടിച്ചു? V by R2 എന്നും കണ്ടുപിടിച്ചു. നമുക്ക് ഈ വാല്യൂകൾ ഈ ഇക്വേഷൻ അത് കൊടുക്കാമല്ലോ. I is equal to V by R ആണല്ലോ. V by R is equal to I1 എത്രയാണ്? V by R1 പ്ലസ് V by R2 എന്ന് എഴുതി കൊടുക്കാം. കണ്ടേ, ഇവിടെ കണ്ടേ V by R is equal to, ഇവിടെ രണ്ടിടത്തും V കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ V എന്തെടുക്കുന്നു? വെളിയിലെടുക്കുന്നു. V വെളിയിലെടുക്കുന്നു. ഇവിടുന്ന് V അങ്ങ് വെളിയിലെടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 1 by R1 പ്ലസ് ഇവിടുന്ന് V അങ്ങ് വെളിയിലെടുത്തല്ലോ 1 by R2. മനസ്സിലാക്കി പഠിക്കണേ. V by R is equal to V into 1 by R1 plus 1 by R2 എന്ന് പറയാം. ഇവിടെ രണ്ടിടത്തും V ഉണ്ടല്ലോ, ആ രണ്ട് V എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ബാക്കി ഇവിടെ V പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്തുണ്ട്? 1 by R is equal to 1 by R1 plus 1 by R2. പറഞ്ഞു വെക്കുകയാണ്. ഇതൊരു ഇക്വേഷൻ ആണ്, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇതൊരു ഇക്വേഷൻ ആണ്. ഞാൻ ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാണ്. ഇവിടെ രണ്ട് ഭിന്നസംഖ്യകളാണല്ലോ, ഇതിനെ കൂട്ടി അതിനുശേഷം ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ നമുക്ക് റെസിസ്റ്റൻസ് R is equal to എങ്ങനെ എഴുതാം? R1 R2 by R1 plus R2 എന്ന് എഴുതാം. R1 R2 by R1 plus R2 എന്ന് എഴുതാം. അതായത് നമ്മുടെ പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? R1 R2 by R1 plus R2. ഇത് കാണാതെ തന്നെ പഠിച്ചു നോക്കുക. ഇക്വേഷൻ കാണാതെ തന്നെ പഠിച്ചു നോക്കുക. പാരലൽ കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണെന്ന് പറയുന്നത് R is equal to R1 R2 by R1 plus R2. അല്ല എങ്ങനെ പറയാം? 1 by R is equal to 1 by R1 plus 1 by R2 എന്ന് പറയാം. നിങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ പാരലലായിട്ടുള്ള രീതിയിൽ കണക്ഷൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു ഡിവൈഡിങ് ഇത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. അതായത് റെസിസ്റ്റൻസ് എന്താണ് ചെയ്യുന്നത്? കുറയുന്നു. മറക്കരുത്, പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? രണ്ട് റെസിസ്റ്റേഴ്സ് വന്നിട്ട് പറയും ഇതിൽ ഏറ്റവും ചെറിയ പ്രതിരോധം വരുത്തക്ക രീതിയിൽ കണക്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിൽ കണക്ഷൻ ചെയ്യണം? പാരലായിട്ട് കണക്ഷൻ ചെയ്യണം. കാരണം അവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇവിടെ R1 R2 രണ്ട് വ്യത്യസ്ത പ്രതിരോധങ്ങളായിരുന്നല്ലോ. എനിക്ക് തുല്യ പ്രതിരോധങ്ങളാവുന്നു. R1ന്റെ വില ഈക്വൽ ടു R2 ഈക്വൽ ടു R എന്ന് എടുത്തു. അതായത് ഉപയോഗിച്ചിരുന്ന പ്രതിരോധങ്ങൾക്കെല്ലാം എന്താണ്? വില തുല്യമാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? R is equal to effective resistance R is equal to R1 R2. അതായത് R into R by R1 plus R plus R. R into R എത്രയാണ്? R സ്ക്വയർ ആണ്. ബൈ R plus R 2R. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ആറും താഴത്തെ ഒരു ആറും വെട്ടിപ്പോയി കഴിഞ്ഞാൽ R is equal to എന്ന് പറയാം R by 2 എന്ന് പറയാം. ഇവിടുത്തെ ഈ ചെറിയ R ആണ്. സ്മോൾ R എന്താണ്? നമ്മുടെ ഒരു പ്രതിരോധകത്തിന്റെ പ്രതിരോധം. തുല്യ പ്രതിരോധങ്ങളുടെ എല്ലാം വാല്യൂ തുല്യമാകുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. സ്മോൾ ആർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രതിരോധകത്തിന്റെ പ്രതിരോധം. 2 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരുന്ന പ്രതിരോധങ്ങളുടെ എണ്ണം. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ 2 എന്നുള്ളത് 3 ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 3 വരും. N ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ വരും R is equal to R by N എന്ന് വരും.
മനസ്സിലാക്കി വെക്കണേ, ഇതുകൂടെ മനസ്സിലാക്കി വെക്കണേ. എന്താണ് പാരലൽ കണക്ഷനിൽ തുല്യ പ്രതിരോധമുള്ള പ്രതിരോധകങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഈക്വൽ റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു R/N. അതായത് ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ എന്ത് ചെയ്താൽ മതി, അവിടുത്തെ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കൊണ്ട് ഹരിച്ചാൽ മതി. പറഞ്ഞു നോക്കിയാണല്ലോ. അന്നേരം ഇവിടുത്തെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്, പാരലൽ കണക്ഷനിൽ എന്താണ് അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, കറണ്ട് എന്താണ് ഡിഫറെന്റ് ആണ്. അതുകൂടാതെ അതിനകത്ത് ഇക്വേഷൻ എന്താണ്, R ഈസ് ഈക്വൽ ടു R1 R2/R1 പ്ലസ് R2 എന്നാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. പറഞ്ഞു നോക്കിയാണ്. എന്ത് ചെയ്യാം, സീരീസ് കണക്ഷന്റെ കാര്യം നോക്കാം. സീരീസ് കണക്ഷന്റെ കാര്യം നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞു എന്താണ്, കറണ്ട് I എന്താണ്, കറണ്ട് I ഈക്വൽ ആണ് അവിടുത്തെ വോൾട്ടേജ് എന്താണ് ഓരോന്നിനും. അതായത് R1 എന്ന് പറയുന്നത് എന്താണ്, V1 എന്ന് പറയുന്ന വോൾട്ടേജും R2 എന്ന് പറയുന്ന എന്താണ് V2 എന്ന് പറയുന്ന വോൾട്ടേജും. അതായത് V എന്തായി പോയി, രണ്ടിനും സ്പ്ലിറ്റ് ആയിപ്പോയി. V എന്താണ്, ഡിഫറെന്റ് ആണ്. പറഞ്ഞു നോക്കിയാണല്ലോ. കറണ്ട് ഈക്വൽ ആണ്, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. പറഞ്ഞു നോക്കിയാണ്. അതായത് ഞാനിവിടെ V വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ R1 എന്ത് കിട്ടും, V1 എന്ന് പറയുന്ന വോൾട്ടേജും R2 എന്ത് കിട്ടും, V2 എന്ന് പറയുന്ന വോൾട്ടേജും കിട്ടും. ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ ഓം നിയമം അനുസരിച്ച് എന്തെന്ന് എഴുതാം, V ഈസ് ഈക്വൽ ടു, നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഞാൻ ആകെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V എന്ന് പറയുന്നത് ഈ V1ന്റെയും V2ന്റെയും സം ആയിരിക്കുമല്ലോ. അതായത് V1 പ്ലസ് V2 എന്നില്ല. പറഞ്ഞു നോക്കല്ലോ. V ഈസ് ഈക്വൽ എന്ന് എഴുതാം, V1 പ്ലസ് V2 എന്ന് എഴുതാം. ഇനി നമുക്ക് ശ്രദ്ധിച്ചേ, ഓം നിയമം അനുസരിച്ച് എന്താണ്, V ഈസ് ഈക്വൽ ടു IR ആണ്. പറഞ്ഞു നോക്കിയാണല്ലോ. അതിനകത്ത് V1 ഈസ് ഈക്വൽ ടു, അതായത് ഒന്നാമത്തോൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ഈസ് ഈക്വൽ ടു IR1 എന്നും രണ്ടാമത്തതിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ഈസ് ഈക്വൽ ടു IR2 എന്നും നമുക്ക് എഴുതി കൊടുക്കാം. പറഞ്ഞു നോക്കുകയാണല്ലോ. നമുക്ക് ഈ വിലകൾ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. അല്ല, Vക്ക് പകരം IR ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2 എന്ന് കൊടുക്കാം. IR1 പ്ലസ് IR2. ഇതിനകത്ത് എന്ത് കോമൺ ആയിട്ട് എടുക്കുക, രണ്ടിലും I കോമൺ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. I കോമൺ ആയിട്ട് എടുക്കുന്നു. R1 പ്ലസ് R2. രണ്ട് ഭാഗത്ത് എന്ത് വെട്ടിക്കളയാം, I ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി എന്ത് വരും, R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് സീരീസ് ആയിട്ടുള്ള കണക്ഷനിൽ എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്, സഫല പ്രതിരോധം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കുക. സീരീസ് ആയിട്ടുള്ള കണക്ഷനിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റേഴ്സിന്റെ എല്ലാം റെസിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ അവിടെ എന്ത് കിട്ടും, സഫല പ്രതിരോധം കിട്ടും. കൂട്ടിയാൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യത്തുള്ളൂ, കൂടുകയേ ചെയ്യത്തുള്ളൂ. അതായത് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പാരലൽ കണക്ഷനിൽ പറഞ്ഞപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്, കുറയെന്ന് പറഞ്ഞു. സീരീസ് കണക്ഷനിൽ എന്താണ് പറയുന്നത്, കൂടുമെന്ന് പറയുന്നു. പറഞ്ഞു നോക്കുകയാണല്ലോ. അന്നേരം R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇനി മൂന്നാമതോട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാറും, R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പറഞ്ഞു നോക്കുകയാണല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ റെസിസ്റ്റേഴ്സിന്റെ എല്ലാം വില തുല്യമാകുന്നു. അതായത് എങ്ങനെ എഴുതാം, R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഉപയോഗിച്ചിരുന്ന റെസിസ്റ്റൻസിന്റെ എല്ലാം റെസിസ്റ്ററിന്റെ എല്ലാം റെസിസ്റ്റൻസ് എന്താണെന്നു തുല്യമാകുന്നു. അതനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു R പ്ലസ് R. അതായത് R ഈസ് ഈക്വൽ എന്ത് വരും, 2R എന്ന് വരും. അതായത് എനിക്ക് N എണ്ണത്തിന്റെ വേണമെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരാം, N R എന്ന് വരും. N R എന്ന് വരും. പറഞ്ഞു നോക്കിയാണല്ലോ. അതായത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റേഴ്സിന്റെ എല്ലാം റെസിസ്റ്റൻസ്, പ്രതിരോധങ്ങളുടെ എല്ലാം പ്രതിരോധം തുല്യമാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, NR ആണ്. അതായത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്ററിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, അവിടെ ഉപയോഗിച്ചിരുന്ന റെസിസ്റ്റേഴ്സിന്റെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് എന്ത് കിട്ടും, R ഈസ് ഈക്വൽ ടു NR എന്ന് കിട്ടും. അതായത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. സീരീസ് കണക്ഷൻ പെട്ടെന്ന് പഠിക്കാമല്ലോ. സീരീസ് കണക്ഷന്റെ പ്രത്യേകത എന്താണ്, അവിടുത്തെ കറണ്ട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് എന്ത് ചെയ്യും, രണ്ടെണ്ണത്തിന് അത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ റെസിസ്റ്ററിനും അനുസരിച്ച് വോൾട്ടേജ് എന്ത് ചെയ്ത് പോകും, സ്പ്ലിറ്റ് ചെയ്ത് പോകും. പറഞ്ഞു നോക്കുകയാണല്ലോ. അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് കണ്ടുപിടിക്കാം. അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, കൂടുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു നോക്കുകയാണല്ലോ. അവിടെ തുല്യ വിലയുള്ള റെസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, R ഈസ് ഈക്വൽ ടു NR എന്ന് കണ്ടുപിടിക്കാം. പറഞ്ഞു നോക്കുകയാണല്ലോ. നമ്മളിപ്പോൾ എന്ത് പഠിച്ചു, സീരീസ് ആയിട്ടും പാരലായിട്ടും റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകത പഠിച്ചു. റെസിസ്റ്റേഴ്സ് മാത്രമല്ല, റെസിസ്റ്റേഴ്സിന് വരെ എന്തും കണക്ട് ചെയ്യാം, നമ്മുടെ ഉപകരണങ്ങൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അത്തരത്തിൽ നോക്കുക. ഇവിടെ കണ്ട് ഞാൻ 3 വാട്ട് വീതം പവർ ഉള്ള 2 ബൾബുകൾ ഇവിടെ പാരലായിട്ടും ഇവിടെ അങ്ങനെ സീരീസ് ആയിട്ടും എന്ത് ചെയ്തു, കണക്ഷൻ ചെയ്തിരിക്കുന്നു. രണ്ടിനകത്ത് എത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 6 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് പ്രത്യേകത നമ്മൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബൾബ് ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 2 കണക്ഷനിലും ഉപയോഗിച്ചിരിക്കുന്ന ബൾബുകളുടെ പവർ എന്താണ്, ഈക്വൽ ആണ്. ഉപയോഗിച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ്, തുല്യമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുന്നത്, കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കുന്നത് ഏത് സർക്യൂട്ടിലെ ബൾബാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനടി ഏത് പറയണം,
പാരലൽ കണക്ഷൻ പറയണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2 കണക്ഷൻ തന്നിട്ട് ഏത് സർക്യൂട്ടിലെ ബൾബാണ് കൂടുതൽ ഇന്റൻസിറ്റിയോടെ ഗ്ലോ ചെയ്യുന്നത്, കൂടുതൽ പ്രകാശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതുക? പാരലൽ കണക്ഷൻ, സമാന്തര രീതിയിലുള്ള കണക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ കാരണമാണ് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ കാരണം എന്താ? ഇവിടെ റെസിസ്റ്റൻസ് എന്താണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? പാരലൽ കണക്ഷനിൽ കുറവാണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവാണ്. അത് കൂടാതെ തന്നെ ഇവിടെ ഞാൻ 6 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ബൾബിനും എന്ത് തന്നെ കിട്ടും? വോൾട്ടേജ്. അതായത് വോൾട്ടേജ് V എന്താണ്? സെയിം ആണ്. അതായത് ഞാനിവിടെ 6 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 വാട്ടിന്റെ ഈ ബൾബ് 2 ബൾബുകൾക്കും 6 വോൾട്ട് തന്നെ കിട്ടും. പക്ഷെ ഇവിടെ ആ പ്രത്യേകത ഉണ്ടോ? ഇവിടെ ഞാൻ 6 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ആവും. വോൾട്ടേജ് എന്താവും? സ്പ്ലിറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഇവിടെ 3 വാട്ടിൽ ഇത് പ്രവർത്തിക്കണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രകാശ തീവ്രത എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷേ പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്താണ്? റെസിസ്റ്റൻസ് എന്താണ്? ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ അവിടുത്തെ കറണ്ട് I എന്താണ്? കൂടുതലാണ്. അത് മാത്രമല്ല വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. ഈ 2 പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബൾബുകളായിരിക്കും എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഇന്റൻസിറ്റിയോടെ ഗ്ലോ ചെയ്യുന്നത്. ഇവിടെ ആ പ്രത്യേകത ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്ലോയിങ് ഇന്റൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. പറഞ്ഞു വെക്കണം. ഈ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ, ഇവിടെ ഞാൻ ഈ ഫസ്റ്റ് ബൾബ് അങ്ങ് പ്രവർത്തനശൂന്യമാകുന്നു, അല്ലെങ്കിൽ ഫ്യൂസ് ആവുന്നു. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ബൾബ് എന്തായിരുന്നു? പ്രവർത്തനശൂന്യമാകുന്നു. ഇതിന് ശേഷം ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സർക്യൂട്ടിലെ ബൾബായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പാഠപുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് 2 സർക്യൂട്ടിലെ ഒന്നാമത്തെ ബൾബ് എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ആവുമെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഫ്യൂസ് ആകുമ്പോഴത്തേക്ക് പിന്നെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഏത് ബൾബാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെ പറയണം? പാരലൽ കണക്ഷൻ തന്നെ പറയണം. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കറണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നുണ്ട് 2 ശാഖയായിട്ട് 2 ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇവിടെ ഒരു ശാഖ കറണ്ട് അങ്ങോട്ടും പോകുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു? താഴോട്ടും വരുന്നുണ്ട്. അതായത് ഈ കറണ്ട് ഇങ്ങനെ വന്ന് ഈ ബൾബിനെ കത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ സർക്യൂട്ട് എന്താവും? കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് ഈ ബൾബ് എന്ത് ചെയ്യും? കത്തും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കറണ്ട് താണ്ട് ഇവിടെ വന്നു, ഇവിടം വരെ വന്നു. പക്ഷേ ഈ ബൾബ് പ്രവർത്തനരഹിതമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ടിനെ കടത്തി വിടുവോ? ഇല്ല. ഇത് കറണ്ടിനെ കടത്തി വിട്ടെങ്കിൽ മാത്രമേ ഇത് പ്രകാശിക്കത്തുള്ളൂ. ഇവിടെ വന്നപ്പോൾ കറണ്ട് എന്ത് ചെയ്തു? ബ്രേക്കായി. അതായത് ഇവിടുത്തെ സർക്യൂട്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ രണ്ടാമത്തെ ബൾബ് കത്തുവോ? ഇല്ല. അതായത് ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക. പാരലായിട്ടുള്ള കണക്ഷനിൽ ഒരു ഉപകരണം ഫെയില്യൂർ ആയെന്ന് വിചാരിച്ച് എൻ്റെ സർക്യൂട്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? കറണ്ട് പിന്നെ ഒഴുകിയത് ബ്രാഞ്ചസ് ആയിട്ടാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കറണ്ട് ഒഴുകി സർക്യൂട്ട് കംപ്ലീറ്റ് ആയിക്കോളും. പക്ഷേ സീരിയസ് ആയിട്ടുള്ള കണക്ഷനിലോ ആദ്യത്തേതോ അല്ലെങ്കിൽ ഏതോ ഒരു ഉപകരണം, ആ സർക്യൂട്ടിലെ ഏതോ ഒരു ഉപകരണം എന്തെന്ന് പോകുക ഫെയിലിയർ ആയെന്ന് വെച്ചാൽ ആ എൻ്റയർ സർക്യൂട്ട് എന്തായി പോകും? ബ്രേക്ക് ആയി പോകും. അതിനുള്ള കാരണം എന്താണ്? ഇവിടെ ബ്രാഞ്ചസ് ആയിട്ടാണോ കറണ്ട് ഒഴുകുന്നത്? അല്ല. പറഞ്ഞു നോക്കിയാണല്ലോ. ഇനി അടുത്ത ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ ഞാനൊരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ബൾബിനെ മാത്രം എന്ത് ചെയ്യാം? നിയന്ത്രിക്കാം. ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബിനെ മാത്രം എന്ത് ചെയ്യാം? നിയന്ത്രിക്കാം. കാരണം ഇവിടെ ബ്രാഞ്ചസ് ആയിട്ടാണുള്ള വരുന്നത്. അതുകൊണ്ട് 2 സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? പാരലൽ കണക്ഷനിലുള്ള ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഒരു സ്വിച്ച് വെച്ചു, എനിക്ക് ഇതിനെ മാത്രം കത്തിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്തുകൂടെ ഓട്ടോമാറ്റിക് കത്തും, ഇതുകൂടെ കത്തും. അതേസമയം ഞാൻ ഇവിടെ ഒരു സ്വിച്ച് വെച്ചു, ഇവിടെ സ്വിച്ച് ഇല്ലേ? ഇവിടെ ഇപ്പോൾ സ്വിച്ച് ഇല്ല, ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് കത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്തത്. ഇത് മാത്രം കത്തണമെന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇവിടെ എത്തത്തുള്ളൂ. ഇപ്പൊ ഇത് ഓൺ ആക്കിയെന്ന് മാത്രം പറഞ്ഞാൽ ഇവിടെ കറണ്ട് എത്തുന്നുണ്ടോ? ഇല്ല. അതിനൊപ്പം ഏതുകൂടെ ഓൺ ആക്കണം? ഈ രണ്ടാമത്തെ സ്വിച്ച് കൂടെ എന്ത് ചെയ്യണം? ഓൺ ആക്കണം. അതായത് സീരീസ് ആയിട്ടുള്ള കണക്ഷനിൽ എന്താണ് പ്രത്യേകത? അവിടെ സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് ഉപകരണങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പക്ഷേ പാരലായിട്ടുള്ള കണക്ഷനിലോ നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഉപകരണങ്ങൾ കണക്ട് ചെയ്തേക്കുന്നത് ഏത് രീതിയിലാണ്? പാരലായിട്ടുള്ള രീതിയിലാണ്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വീടുകളിൽ ഉപകരണങ്ങൾ കണക്ഷൻ ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ്? പാരലായിട്ടുള്ള രീതിയിലാണ്. അതിനുള്ള കാരണം എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ കാരണങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റും. പാരലൽ കണക്ഷന്റെ കാര്യമാണ് പറയുന്നത്. സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും. രണ്ടാമത്തെ കാരണം എന്താണ്? ഒരു ഉപകരണം ഫെയിലിയർ ആയെന്ന് പറഞ്ഞാൽ എൻ്റയർ സർക്യൂട്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. പറഞ്ഞു നോക്കുകയാണല്ലോ. മൂന്നാമത്തെ കാരണം എന്താണ്? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൽ തന്നെ ഉപകരണങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. അതായത് തുല്യ വോൾട്ടേജ് കിട്ടുന്നതിനാൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൽ തന്നെ ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ഇത്ര എന്താണ്? സാമ്യം വ്യത്യാസമാണ് പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും തമ്മിലുള്ള. പേജ് നമ്പർ 16 17 2 ഫിഗറുകൾ കിടക്കുന്നുണ്ട്. ആ ഫിഗറുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ സീരീസ് ആയിട്ടുള്ള കണക്ഷന്റെയും പാലായിട്ടുള്ള കണക്ഷന്റെയും വ്യത്യാസങ്ങളാണ്. രണ്ട് പാലത്തിന്റെ ബേസ് ചെയ്ത്. ഒന്നാമത്തെ രീതിയിൽ നോക്കുക, 3 സീരീസ് ആയിട്ട് 3 പാലങ്ങൾ കിടക്കുന്നുണ്ട്. രണ്ടാമത്തേനകത്തോ പാരലായിട്ട് 3 പാലങ്ങൾ കിടക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾ അതുവഴി നടന്നു പോകുന്ന കാര്യമാണ് പറയുന്നത്. സീരീസ് ആയിട്ടുള്ള കണക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. സീരീസ് ആയിട്ടുള്ള കണക്ഷനിൽ റെസിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. അതായത് സീരീസ് ആയിട്ട് പാലം വെക്കുമ്പോൾ
നമ്മൾ അതുവഴി ആൾക്കാർ നടന്നു പോകുമ്പോൾ കൂടുതൽ എന്തുണ്ടാവും, ഇടി ഉണ്ടാവും, അതായത് റെസിസ്റ്റൻസ് ഉണ്ടാവും. പെട്ടെന്ന് കടന്നു പോകാൻ പറ്റുമോ? ഇല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് നടുക്കത്തെ പാലം അങ്ങ് തകർന്നു പോയപ്പോൾ പിന്നെ നമുക്ക് യാത്ര പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമുള്ളൂ, ഉപയോഗിച്ച കാര്യമുള്ളൂ. അതായത് ഒരു ഉപകരണം ഫെയിലിയർ ആയാൽ എൻ്റെ സർക്യൂട്ട് എന്താവും, ബ്രേക്ക് ആവും. ഇനി നിങ്ങൾ പാരലൽ കണക്ഷൻ കാര്യത്തിലേക്കോ, പാരലൽ കണക്ഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ പറയേണ്ട കാര്യം എന്താണ്, അവിടെ 3 പാലങ്ങൾ പാരലായിട്ടാണ് വന്നേക്കുന്നത്. അതായത് അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, കുറവാണ്. അതായത് 3 പാലങ്ങളുള്ള ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അപ്പുറത്ത് കിടക്കാൻ പറ്റും. കുട്ടികൾ 3 പാലത്തിൽ കൂടെ കയറി പോവാം. അതായത് കറണ്ട് 3 രീതിയിലും പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം എന്താണ്, നടുക്കത്തെ പാലം അങ്ങ് ഫെയിലിയർ ആയി അല്ലെങ്കിൽ തകർന്നു പോയപ്പോഴും നമ്മുടെ കണക്ഷൻ നടക്കുന്നുണ്ടല്ലോ, സർക്യൂട്ട് ബ്രേക്ക് ആയോ? ഇല്ല. കാരണം എന്താണ്, ബാക്കിയുള്ള 2 ബ്രാഞ്ചസിലൂടെ എന്ത് പോകുന്നുണ്ട്, ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ യാത്ര എന്തായില്ല, മുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു ഉപകരണം ഫെയിലിയർ ആയെന്ന് കരുതി ബാക്കിയുള്ള ഉപകരണങ്ങൾ ഫെയിലിയർ ആണെന്നുണ്ടോ? ഇല്ല. എന്തില്? പാരലൽ കണക്ഷനിൽ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇത് രണ്ടുള്ള ഒരു സാമ്യം വ്യത്യാസമായിട്ടുള്ള കാര്യം പെട്ടെന്ന് പഠിക്കാം. അത് പരീക്ഷയ്ക്ക് വരുന്ന കാര്യമാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് പാരലൽ കണക്ഷന്റെ സീരീസ് കണക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് ഇത്. പാരലൽ കണക്ഷനെയും സീരീസ് കണക്ഷനും എന്ത് ചെയ്യാൻ, താരതമ്യം ചെയ്യാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതിന് സീരീസ് കണക്ഷൻ കാര്യം നോക്കാം. സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, R=R1 + R2 ആണ്. പാരലൽ കണക്ഷനിലാകുമ്പോഴോ R=R1 + R2. അവിടുത്തെ അതായത് സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. പാരലൽ കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. മനസ്സിലാക്കി പഠിക്കണേ. സീരീസ് കണക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നു, പാരലൽ കണക്ഷനിലോ ഡിക്രീസ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ സീരീസ് കണക്ഷനിൽ കറണ്ട് എന്താണ്, ഈക്വൽ ആണ്. പാരലൽ കണക്ഷനിൽ കറണ്ട് എന്താണ്, ഡിഫറന്റ് ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് എന്താണ്, ഡിഫറന്റ് ആണ്. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് എന്താണ്, സെയിം ആണ്. അതിനുള്ള കാരണങ്ങളെല്ലാം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഒരു പോയിന്റ് കൂടെ ഉണ്ട്, എന്ത്, സീരീസ് ആയിട്ടുള്ള കണക്ഷനിൽ നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ വോൾട്ടേജ് ഡിഫറന്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഓരോ ബ്രാഞ്ചിലും വോൾട്ടേജ് എന്താണ്, സ്പ്ലിറ്റ് ആയി പോകുന്നതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്താണ്, സീരീസ് കണക്ഷനിൽ ഡു നോട്ട് യൂസ് സെപ്പറേറ്റ് സ്വിച്ച്. അതായത് നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓരോ ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പക്ഷേ പാരലൽ കണക്ഷനിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് സെപ്പറേറ്റ് സ്വിച്ച്. അതായത് ഓരോ ഉപകരണങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ള ഒരു കോളമാണ്, നിങ്ങളത് ഫില്ല് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. നിങ്ങൾ വീഡിയോ ആവർത്തിച്ച് കണ്ടതിന് ശേഷം ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്, അതുകൂടെ എഴുതി വെക്കുക. നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് മാത്തമാറ്റിക്കലായിട്ടുള്ള, അതായത് ഗണിത പ്രശ്നങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ അത് ചെയ്യാം. എല്ലാവർക്കും നന്ദി.